നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. കുരിശുമുറ്റത്തെ വീടിന്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ ശരീരം ഒന്നാകെ വിറക്കുന്നുണ്ടായത് നീയയുടെ. ഒരുപാട് ഇഷ്ടത്തോടെയും ആഗ്രഹത്തോടെയും കയറിയ വീടാണ്. ഇന്നിവിടെ കയറാൻ തന്റെ കാലുകൾക്ക് ശക്തിയില്ലാത്തതുപോലെ തോന്നിയവൾക്ക്. നെയ്യാ. വീടിനകത്തേക്ക് കയറാനായി തുടങ്ങിയതും എബ്രഹാമിന്റെ വിളി കേട്ട് നീയൊന്ന് നിന്നു. മുന്നോട്ട് നോക്കിയതും കണ്ടു തന്റെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് ഹാളിൽ നിന്നും സിറ്റൗട്ടിലേക്ക് പതിയെ വരുന്ന ആളെ. പപ്പ. തീരെ പതിയെ അവൾ അയാളെ നോക്കി വിളിച്ചു. വാടിയ മുഖവും വീർന്നു നിൽക്കുന്ന കൺപോളകളുമായി ക്ഷീണിച്ചു നിൽക്കുന്ന നീയെ കണ്ടതും എബ്രഹാനും അല്ലാണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും അവൾ തന്റെ ജോലിയുടെ മകളാണ്. അതിനപ്പുറം ആൽഫിക്കും തങ്ങൾക്കുമെല്ലാം പ്രിയപ്പെട്ടവളായവൾ. അവളിങ്ങനെ നിൽക്കുന്നത് കണ്ടതും ആ മനുഷ്യന് വേദന തോന്നി. ഞാൻ ഈ ചാനെ കാണാൻ വന്നതാ, എനിക്കൊന്ന് കാണണമായിരുന്നു. പറ്റില്ല. നീ ഒരു വിറയലോടെ എബ്രഹാമിനോടായി പറഞ്ഞതും അനുവിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം അവിടെ ഉയർന്നു. നീയും എബ്രഹാം ഒന്ന് ഞെട്ടി. കാണാനെന്നല്ല, എന്റെ ചേട്ടായുടെ നിഴൽവെടുത്ത് പോലും നീ വരാൻ സമ്മതിക്കില്ല ഞാൻ. നിനക്ക് കാണാനോ നിന്നെ കാണാനോ ഉള്ള ആരും ഈ വീട്ടിലില്ല. അതുകൊണ്ട് ഈ വഴിക്ക് ഇവിടുന്ന് പോകാം. നീയക്ക് മുൻപിലേക്ക് വന്നു നിന്ന് അനു ആക്രോശിച്ചു. അവളുള്ള ദേഷ്യം മുഴുവനും അനുവിന്റെ മുഖത്ത് തെളിഞ്ഞു നിന്നു. അനു, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. ഞാൻ ഒരിക്കലും ചാനെ ചതിച്ചിട്ടില്ല. അത് നിനക്കറിയാവുന്നതല്ല അനു. പക്ഷെ ഇപ്പൊ ഞാൻ വന്നത് അതിനൊന്നുമല്ല. എനിക്ക് അത്യാവശ്യമായി ചായന്ന് കാണണം. ഒന്ന് കണ്ടിട്ട് ഞാൻ പൊക്കോളാം. നീയെ നേരെ കണ്ണുകളോട് അപേക്ഷിച്ചു. അവളുടെ സങ്കടം കണ്ടപ്പോൾ അനുവിന് ഉള്ളിൽ എവിടെയോ വിഷമം തോന്നി. എന്നാൽ അതിലുപരി അവളുള്ള ദേഷ്യമായിരുന്നു അവളിൽ നിറഞ്ഞത്. നിനക്ക് പിന്നെ ചേട്ടായിയെ കണ്ടിട്ട് എന്നാത്തിനാ? വീണ്ടും വേദനിപ്പിക്കാനാണോ? ഒരിക്കലും നീ കൊടുത്ത വേദനയിൽ നിന്നും ഇപ്പോൾ തിരിച്ചെത്തിയിട്ടില്ല പാവം. നിന്നെ വിശ്വസിച്ചതിന്റെയും സ്നേഹിച്ചതിന്റെയും പേരിൽ സ്വയം ഒടുങ്ങി ഇല്ലാണ്ടാവുകയാ എന്റെ ചേട്ടായി. സ്വയം നശിക്കുകയാ എന്റെ ചേട്ടായി. അത് കണ്ട് സന്തോഷിക്കാനാണോ നീ വന്നത്? പറ. അനു അലറുകയായിരുന്നു. അവളുടെ വാക്കുകൾ കേൾക്കും തോറും നീയയിൽ കരച്ചിൽ കൂടിക്കൊണ്ടേയിരുന്നു. ആൽഫിയൊന്ന് കാണാൻ അവളുടെ ഉള്ളം വെമ്പി. അങ്ങനൊന്നും പറയല്ലടാ, സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ്. ഞാൻ ആരാണെന്ന് അറിഞ്ഞ നിങ്ങളെന്നോട് ദേഷ്യം കാണിക്കുന്നു ഓർത്താ ഞാൻ കള്ളം പറഞ്ഞത്. അല്ലാതെ ബാക്കി പറയാനാവാതെ വാക്കുകളിട്ട് വിധിപ്പിപ്പോയി നീയ. എബ്രഹാമിന്റെ കണ്ണുകളും നിറഞ്ഞു. പക്ഷേ മകന്റെ കാര്യം ഓർത്തതും അയാൾക്ക് നീയോടൊന്നും പറയാൻ തോന്നിയില്ല. നീ അവളെ കൊണ്ട് ആവും വിധം അനുവിനോട് കേട്ടു. പക്ഷെ ആൽഫിയെ കാണാൻ നീയെ അനുവദിച്ചില്ല. ഒറ്റ തവണത്തേക്ക് എനിക്കൊന്ന് കാണാനും ചായന്. ഒരു തവണ ഒന്ന് കണ്ടിട്ട് ഞാൻ പൊക്കോളാം, പ്ലീസ്. നീയെ കരഞ്ഞുകൊണ്ട് അനുവിന് അരികിലേക്ക് വന്നവളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ നീ എന്റെ ചേട്ടായിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇപ്പൊ ഇവിടുന്ന് പോണം. എന്റെ ചേട്ടായിട്ട് നല്ലതാ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നിമിഷം ഇവിടെ ഇട്ട് പോണം നീ. അനുനീയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. അനുവിനെ പിടിച്ചിരുന്ന അവളുടെ കൈകൾ അയഞ്ഞു. സ്വാർത്ഥിയാവുകയായിരുന്നപ്പോൾ അനു ശിവയോടുള്ള അന്ധമായ പ്രണയത്തിലും ആൽഫിയോടുള്ള അമിതമായ സ്നേഹവും മാത്രമായിരുന്നു അവളുടെ ഉള്ളിലപ്പോൾ. നീയെ ഇനിയും തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാതിരിക്കണം എന്നത് മാത്രമായിരുന്നു അനുവിന് വേണ്ടിയിരുന്നത്. നീ മാത്രം എന്റെ ചേട്ടായി വേദനിക്കാൻ കാരണം. ഇനിയെങ്കിലും ആ മനുഷ്യനൊന്ന് വെറുതെ വിട്. അനു വീണ്ടും പറഞ്ഞതും നീയെ നിറഞ്ഞു തൂവുന്ന കണ്ണുകളാൽ എബ്രഹാമിനൊന്ന് നോക്കി. എന്നാൽ അയാളുടെ മുഖത്താണിരുന്നു. അവിടെയും തനിക്കെതിരാണെന്ന് മനസ്സിലായതും നീയുടെ കാലുകൾ പുറകോട്ട് ചലിച്ചു. ശരിയാ, ഞാനാ തെറ്റുകാരി. എല്ലാം എൻ്റെ തെറ്റാ. എൻ്റെ മമ്മി എൻ്റെ ഇച്ഛാനും എല്ലാം എൻ്റെ മാത്രം തെറ്റാ. അവളുടെ ഉള്ളം മന്ത്രിച്ചു. നീ തിരിഞ്ഞ വീടിന്റെ പടികളിറങ്ങി. അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാൽ വാശിയോടെ തന്റെ കണ്ണുകൾ തൂത്ത് അവൾ മുൻവശത്തെ വാതിൽ ആഞ്ഞടിച്ചു. തനിക്ക് മുന്നിൽ കൊട്ടിയടഞ്ഞ ആ വാതിലിലേക്ക് ഒരു നിമിഷം നോക്കി നീ. അവളുടെ കൈകൾ തന്റെ ഉദരത്തെ പൊതിഞ്ഞു. ശേഷം എന്തോ തീരുമാനിച്ചതുപോലെ അവിടുന്ന് വെച്ച് നടന്നകന്നു. എന്നാൽ തന്റെ പ്രാണനായിരുന്നവളെല്ലാം തകർന്നിറങ്ങിപ്പോയത് അറിയാതെ ബോധമില്ലാതെ ആൽഫിയ വീടിനുള്ളിലുണ്ടായിരുന്നു. ഹൈ സ്പീഡിൽ തന്റെ കാർ ഓടിക്കുകയായിരുന്നു ശിവ. അവന്റെ കാർ കുരിശുമുറ്റം വീടിന് മുമ്പിലെത്തിയതും അവനൊരു മിന്നായം പോലെ അവളെ കണ്ടു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റോഡിലേക്ക് ഇറങ്ങി ഒരു ടാക്സിയിലേക്ക് കയറുന്ന നീയ. അവൻ കാർ നിർത്തി ഇറങ്ങി നോക്കി. എന്നാൽ അപ്പോഴേക്കും അവൾ കയറിയ ടാക്സി കണ്ണിന്നും മറഞ്ഞിരുന്നു. ശിവവേഗം വീണ്ടും കാറിലേക്ക് കയറി. എത്രയും പെടുന്ന ആൽഫിക്ക് അരികിലെത്തണം. അവൻ വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അതിനിടയിൽ അവൻ ഫ്രണ്ട് മിററിലൂടെ കാറിന്റെ ബാക്ക് സീറ്റിൽ കുനിഞ്ഞിരിക്കുന്നവനൊന്ന് നോക്കി. അവനെ കാണും തോറും ശിവയുടെ ഉള്ളിൽ എരിയുന്ന ദേഷ്യം വരട്ടിച്ചു. ആൽഫി,
ഇടിമുഴക്കം പോലെയുള്ള ശിവയുടെ ശബ്ദം കുരിശുമുറ്റം വീട്ടിൽ ഉയർന്നു കേട്ടു. അവന്റെ ശബ്ദം കേട്ട് അനുമുറിയിൽ നിന്ന് ഓടി വന്നു. എബ്രഹാം ആളിൽ തന്നെ ഉണ്ടായിരുന്നു. ശിവേട്ടൻ എപ്പോഴാ നാട്ടിൽ നിന്ന് വന്നേ? അവനെ കണ്ട അനു ചോദിച്ച അടുത്ത നിമിഷം ശിവയുടെ വലം കൈ അനുവിന്റെ മുഖത്ത് വീണു. ആ അവന്റെ കാരണം മുഖച്ചുള്ള അടിയുടെ ആഘാതത്തിൽ അവൻ നിലത്തേക്ക് വീണുപോയി. മോനെ ശിവ, നീ ഇതെന്താണ് ഈ കാണിക്കുന്നേ? വേണ്ട പപ്പ, പ്ലീസ്, പാപ്പ ഇതിൽ ഇടപെടരുത്. അനുവിനെ തല്ലുന്നത് കണ്ട് ചോദിച്ച എബ്രഹാമിനെ തടഞ്ഞുകൊണ്ട് ശിവ പറഞ്ഞു. അപ്പോൾ അവന്റെ കണ്ണിലെ കോപം കണ്ടതും കാര്യം നിസാരമല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. എവിടെയാടി അവൻ? അനുവിനെ നിലത്തേന്ന് പിടിച്ചു വരുത്തി അവൻ ചോദിച്ചു. അത് ചേട്ടായി മുകളിലെ മുറിയിലുണ്ട്. അവളൊരു ഏങ്ങലോടെ പറഞ്ഞതും ശിവ അവളെയും വലിച്ചുകൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി. എബ്രഹാമും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ശിവക്ക് എന്താ സംഭവിച്ചെന്ന് ആവലാതി അയാളിലുണ്ടായി. എബ്രഹാം വേഗം തന്റെ വീൽ ചെയർ മൂവ് ചെയ്ത് വീട്ടിലെ ലിഫ്റ്റിലേക്ക് കയറി. മുകളിലത്തെ നിലയിലേക്ക് അയാൾക്ക് കയറാനും ഇറങ്ങാനും ഉള്ളതാണ് ആ ലിഫ്റ്റ്. അനുവിനെയും കൊണ്ട് ആൽഫിയുടെ മുറിയിലെത്തിയ ശിവ കണ്ടത് ഫ്ലോറിൽ കമിഴ്ന്ന് കിടക്കുന്നവരെയാണ്. അവന്റെ അരികിലായി കാലിയായി കിടക്കുന്ന 2 ബിസ്കി ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അതെല്ലാം കടന്ന് കല്ലിച്ച് കയറിയ ശിവ നേരെ ആൽഫിയെ തറയിൽ നിന്ന് പൊക്കിയെടുത്ത് ബാത്റൂമിലെ ബാത്തബിലെ വെള്ളത്തിലേക്ക് ഇട്ടു. തലയും മുടലുമെല്ലാം തണുത്ത വെള്ളത്തിൽ നനഞ്ഞതും ആൽഫിക്ക് ബോധം വന്നു. ശിവ, നീ? അവൻ തല കുടഞ്ഞുകൊണ്ട് നേരെ നോക്കി മുന്നിൽ കണ്ടവനെ വിളിച്ചു. അപ്പൊ നിനക്ക് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് അറിയാനുള്ള ബോധം ഉണ്ടല്ലേടാ? ശിവര് പുച്ഛത്തോടെ ചോദിച്ചതും ആൽഫിയുടെ മുഖം കുനിഞ്ഞു. അവൻ ഇവയെ പറ്റിയാണ് പറയുന്നതെന്ന് അവന് മനസ്സിലായി. നീയെല്ലാം അറിഞ്ഞു? ആടാ, അറിഞ്ഞു. പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അത് നിന്റെ അനിയത്തി പറയണം. അതിനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. നീ വാ. പറഞ്ഞുകൊണ്ട് ആൽഫിയെ പിടിച്ചുകൊണ്ട് ശിവ ബാത്റൂമിൽ നിന്ന് റൂമിലേക്ക് വന്നു. ആൽഫിയെ അവിടെ നിർത്തി ശിവ വേഗം വെളിയിലേക്ക് പാഞ്ഞു പോയി. അപ്പോഴേക്കും എബ്രഹാം അങ്ങോട്ട് എത്തിയിരുന്നു. അല്പസമയം കഴിഞ്ഞതും അവൻ മുറിയിലേക്ക് വന്നു. കൂട്ടത്തിൽ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു. അവന്റെ മുഖമെല്ലാം വെടികൊണ്ട് വീങ്ങി, ചുണ്ടെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ആൽഫിയും എബ്രഹാമൊക്കെ ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. ദാ ഇവനാ നീ അറിയാതെ അവളുടെ ലാപ്ടോപ്പിൽ നിന്ന് ലിയോണിന്റെ ഐഡിയിലേക്ക് പ്രൊജക്ട് മെയിൽ ചെയ്തത്. കൃഷ്ണകുമാറിന്റെ മുൻപിലേക്ക് തള്ളി ശിവ പറഞ്ഞതും അവരെല്ലാം ഞെട്ടി അവനെ നോക്കി. കൃഷ്ണകുമാറിന്റെ മുഖം കുനിഞ്ഞു. പറയടാ, എന്നോട് പറഞ്ഞത് തന്നെ നീ ഇപ്പൊ ഇവരോട് പറ. ഇല്ലേ ഇപ്പൊ തന്നതുപോലെയല്ല, ഒന്നുകളെ ഞാൻ നിന്നെ. അതെനിക്ക് കാശിനെ കുറിച്ച് അത്യാവശ്യം വന്നപ്പോ വേറെ നിവൃത്തിയില്ല, ഞാൻ അവര് പറഞ്ഞ് ചെയ്തു പോയതാ അത്. ശിവ അവനെ നോക്കി ഒന്ന് കല്ലിപ്പിച്ചതും കൃഷ്ണകുമാർ വിറച്ചുകൊണ്ട് പറഞ്ഞു, യു ബോസ്റ്റഡ്. അടുത്ത ക്ഷണം ആക്രോശിച്ചു കൊണ്ടുവന്ന ആൽഫി കൃഷ്ണകുമാറിന് നേരെ ചെന്നതും ശിവനെ തടഞ്ഞു. തീർന്നിട്ടില്ല ആൽഫി, ഇവന്റെ ചതി പണത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഇവനെക്കാളും വലിയ തെറ്റ് ചെയ്ത പരിപാടിയുണ്ട്, അതാ നീ അറിയേണ്ടത്. ശിവ പറഞ്ഞതും ആൽഫി അവനെ എന്താണെന്ന രീതിയിലൊന്ന് നോക്കി. ആരോ നീ പറ, ഇവാനിയെ നിന്നെ ഏൽപ്പിച്ച പ്രോജക്റ്റിന്റെ കോപ്പി എവിടെ? ആൽഫിയിൽ നിന്നും മാറി അനുവിലേക്ക് നോട്ടം പായിച്ച് ശിവ ചോദിച്ചതും ആനൊന്ന് പതറി. അവൾ ഉത്തരവില്ലാതെ മുഖം കുരിച്ചു നിന്നു. പറയടി പുല്ലേ, നിന്നെ നീ ഏൽപ്പിച്ച പെൻഡ്രൈവ് എവിടാന്നാ ഞാൻ ചോദിച്ചത്. അത് ഞാൻ ക്രിസ്റ്റേസിയെ ഏൽപ്പിച്ചു. ശിവ അവളുടെ അടുത്തേക്ക് ചെന്ന് വീണ്ടും ചോദിച്ചതും അവൾ തീരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ടതും ആൽഫിയും എബ്രഹാമും ഞെട്ടി. പിന്നെ എന്തിനായിരുന്നടി നീ കള്ളം പറഞ്ഞത്? എന്തിനായിരുന്നു നീ അവളെ ചതിച്ചേ? പറ, ആർക്ക് വേണ്ടിയടി നീ അത് ചെയ്തേ? അനുവിന്റെ ഇരുതോളിലും പിടിച്ച് കുലുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ടിയാ ശിവേട്ട ഞാനത് ചെയ്തേ, നിങ്ങൾക്ക് വേണ്ടി മാത്രം. എന്റെ എന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ ഞാൻ നിങ്ങളെ, അറിയാലോ. എന്നിട്ട് ഇന്നലെ വന്ന് അവൾ എന്റെ ശിവേട്ടനെ തട്ടിയെടുക്കാൻ നോക്കിയത് അറിഞ്ഞപ്പോ സഹിച്ചില്ല എനിക്ക്. അതിനു വേണ്ടി തന്നെയാ, അവൾ ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ചെയ്തേ അത്. അവന്റെ കൈകൾ തട്ടി മാറ്റി കണ്ണുനീരിന്റെ അകമ്പടിയോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു. എന്നെ തട്ടിയെടുക്കാൻ നോക്കിയെന്നു? ശിവ മനസ്സിലാവാതെ അവളോട് ചോദിച്ചു. ഒത്തിരി അഭിനയിക്കല്ലേ ശിവേട്ട, ഞാനെല്ലാം കാണുന്നു അറിയുന്നുണ്ടായിരുന്നു. ആരും കാണാതെ നീയെ മാത്രം ക്യാബിനിലും മറ്റും പലയിടത്തും വെച്ച് നിങ്ങൾ സംസാരിക്കുന്നതും അവൾക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കുന്നതും അവളെ കാറി കയറ്റി കൊണ്ടുപോകുന്നതും ഒക്കെ. പിന്നെ എന്താ ഞാൻ ചോദിച്ചപ്പോ അവള് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നൊക്കെ. അന്ന് ക്യാബിനിൽ വെച്ച് അവള് ശിവേട്ടനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇതിന്റെ എല്ലാം അർത്ഥം എന്താ? ശിവേട്ടനെയും എന്റെ ചേട്ടായിയും ഒരേ സമയം അവൾ പേടി. പറഞ്ഞു മുഴുവയ്ക്ക് മുമ്പ് അനുവിന്റെ കാരണത്ത് വീണ്ടും ശിവയുടെ കൈ പതിഞ്ഞു. ആൽഫിയുടെ കണ്ണുകളും ചുവന്നിരുന്നു. അനിയത്തിയാണെങ്കിൽ കൂടി ഇവയെ പറ്റി ഇവളുടെ വായിൽ നിന്നും വന്നത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇത്രയ്ക്കും ദുഷിച്ച മനസ്സായിരുന്നോടി നിന്റെ?
ഇത്രയ്ക്ക് തരനാണ് ചിന്തിച്ചല്ലോടി നീ. നിന്റെ ആയതിലൂടെ പ്രാണനായി കണ്ട് ഞാൻ എന്നെ നെഞ്ചിക്കൊണ്ട് നടന്നത്. അടികൊണ്ട് നിലത്ത് വീണേ കിടക്കുന്ന അവളെ നോക്കി കൈ ചൂണ്ടി പറയുമ്പോൾ ശബ്ദമിടുന്നുണ്ടായിരുന്നു ശിവയുടെ. അത് കേട്ടതും അനുവിനെ നെഞ്ചി പൊടിഞ്ഞു. നിനക്ക് അറിയണോ അവൾ എന്റെ അടുത്ത് സംസാരിച്ചത് എന്താണെന്ന് നിനക്ക് അറിയണോടോ ആൽഫി? അവൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന്? അനുവിനെയും പിന്നെ ആൽഫിയെയും നോക്കി ശിവ പറഞ്ഞതും അവരെല്ലാം അവനെ തന്നെ നോക്കി. അവള് വന്നത് നിനക്ക് വേണ്ടി ആൽഫി, അവളുടെ നീല കണ്ണുള്ള ഇച്ഛായിന് വേണ്ടി. ആൽഫിയുടെ മുന്നിൽ വന്നതെന്ന് ശിവ പറഞ്ഞതും ആൽഫി വിശ്വാസം വരാതെ അവനെ നോക്കി. നീയെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ ശിവ ആൽഫിയോട് പറഞ്ഞു. അവൾ ആൽഫിക്ക് വേണ്ടി വന്നതും താനുമായി സംസാരിച്ചതും എല്ലാം നന്നായി നടക്കും വരെ ആരോടൊന്നും പറയണമെന്ന് താൻ നീയെ വിലക്കിയതും അങ്ങനെയെല്ലാം ശിവ അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ആൽഫിക്ക് തന്റെ ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നി. അവൻ്റെ ഉള്ളു പൊള്ളി. തൻ്റെ പെണ്ണ് തന്നെ മാത്രം സ്നേഹിച്ച് വേണ്ടപ്പെട്ടവരെല്ലാം മാറ്റി നിർത്തി തനിക്ക് വേണ്ടി മാത്രം ഓടി വന്നവള്, അവളെയാണല്ലോ ഞാൻ ആട്ടി ഓടിച്ചത്. അവളെയാണല്ലോ കർത്താവേ ഞാൻ ആ രാത്രി. അത്രയും ഒത്തതും ആൽഫിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ കൈകാലുകളുടെ ബലം നഷ്ടപ്പെട്ടു സർവ്വതും തകർന്നവനെ പോലെ കട്ടിലേക്കിരുന്നു. അനുവിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. താൻ ചിന്തിച്ചു കൂട്ടിയതൊന്നുമായിരുന്നില്ല സത്യമെന്ന് അറിഞ്ഞതും അവൾക്ക് സ്വയം പുച്ഛം തോന്നി. അതിലുപരി നീയെ പറഞ്ഞതും വേദനിപ്പിച്ചതും എല്ലാം മനസ്സിൽ വന്നതും അവൾ ഉറക്കം പൊട്ടിക്കരഞ്ഞു. കൃഷ്ണകുമാരൻ തറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇവാനിയോട് താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവന് മനസ്സിലായി. കുറ്റബോധം കൊണ്ട് അവന്റെ ശിരസ് താഴ്ന്നു. മോനെ ശിവ, നീയ മോൾ ഇപ്പൊ ഇവിടെ വന്നിരുന്നു. ഇതെല്ലാം കേട്ട് തകർന്നിരുന്ന എബ്രഹാം പെട്ടെന്ന് നീയ വന്ന കാര്യം ഓർത്തതും ഉറക്കം പറഞ്ഞു. പാപ്പയുടെ വാക്കുകൾ കേട്ടതും ആൽഫി പെട്ടെന്ന് എഴുന്നേറ്റ് അയാൾക്കരികിലേക്ക് വന്നു. പപ്പ എന്താ പറഞ്ഞേ? അവള് എന്റെ എവിടെ വന്നെന്നാ പറഞ്ഞേ? ആൽഫി എബ്രഹാമിന് മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് വെപ്രാളത്തോടെ ചോദിച്ചു. അവളിവിടെ വന്നിരുന്നു ആൽഫി, നിന്നൊന്ന് കാണുമെന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചു ആ പാവം. പക്ഷെ അവള് നിന്റെ അനിയത്തി അവളെ ഇറക്കി വിട്ടടാ മോനെ. ഇനി നിന്റെ കൺമുൻപിൽ പോലും വരരുതെന്ന് പറഞ്ഞ് ഈ മുറ്റത്തീന്നും ഇറക്കി വിട്ടു അവളെ. എനിക്കൊന്നും പറയാൻ പറ്റിയില്ലടാ. അപ്പോ പപ്പയോട് പോർക്കണം നീ. ആൽഫിയുടെ കയ്യിൽ മുറുകെ പിടിച്ച അയാൾ വിരുമ്പി. അതുകൂടി കേട്ടതും മനു വീണ്ടും ഏങ്ങിക്കരഞ്ഞു. ഈ നിമിഷം മരിച്ചു പോയിരുന്നുവെങ്കിൽ എന്നവരെ അവൾ ഓർത്തുപോയി. അടുത്ത നിമിഷം ആൽഫി അവിടെ നിന്ന് ഇറങ്ങിക്കൂടി. അവൻ പോകുന്നത് കണ്ട ശിവ അവന്റെ പുറകെ പോകാൻ തുടങ്ങിയതും ശിവേട്ടാ എന്നൊരു വിളി കേട്ടു. അനുവിന്റെ നന്നേറിയുള്ള ആ വിളിയിൽ അവനൊരു നിമിഷം നിന്നു. അവന്റെ ഉള്ളു വിലങ്ങി. അവനൊന്ന് കണ്ണുകൾ ഇറുകിയടച്ച് തുറന്നു. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട ഹാനാ. ഇവിടെ ഈ നിമിഷം ഞാൻ വേണ്ടെന്ന് വെക്കുക എല്ലാം ഇഷ്ടമായിരുന്നടി. എനിക്ക് നിന്നെ ഒരുപാട്. നിന്റെ കുസൃതിയും കുറുമ്പും എല്ലാം ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നിന്റെ സാമീപ്യം എന്നിൽ എത്രത്തോളം സന്തോഷവനാക്കിയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? അതെല്ലാം ഇവിടെ ഈ നിമിഷം ഉപേക്ഷിക്കാ ശിവനാഥ്. ഇന്ന് ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്നത് നിന്നെയാടി. എന്നൊന്നും മനസ്സിലാക്കിയില്ലല്ലോ നീ. ഇനിയില്ല, ഒരിക്കലും ഇനി എന്റെ ജീവിതത്തിൽ അഹാനായ എബ്രഹാം ഉണ്ടാവില്ല. നിന്ന നിലപ്പിലൊന്ന് തലചരിച്ച് അവളെ നോക്കി അത്രയും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. അവന്റെ വാക്കുകളിൽ ആ നിമിഷം ഇല്ലാതായി പോയിരുന്നു അനു.